ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദ് കൂടി ചേരുന്നു. റഷീദ്, ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസ് 3 സേനയുടെയും ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, ഇന്ത്യയുടെ എല്ലാ സൈനിക കേന്ദ്രങ്ങളും ഇപ്പോഴും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. ഏത് രീതിയിലുള്ള ഒരു ആക്രമണത്തെയും നേരിടാനും അതിന് നേതൃത്വം കൊടുക്കാനും നമ്മുടെ സൈന്യം തയ്യാറാണ് എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ പല അവകാശവാദങ്ങളും പലതരത്തിൽ വന്നിരുന്നു. ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു എന്ന മട്ടിൽ അവരുടെ ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സൈന്യത്തിൻ്റെ ഈ വിശദീകരണം. റഷീദ്. ഷമി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് സൈനിക വിഭാഗങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ നിരവധി വരികയും പിന്നീട് അത് PIB അടക്കമുള്ള മാധ്യമങ്ങൾ ഇടപെട്ട് അത് വ്യാജ വാർത്തകളാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവോട് കൂടിയുള്ള വിശദീകരണം ഇപ്പോൾ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കരസേനയുടെയും നാവികസേനയും വ്യോമസേനയുടെ ഒക്കെ തന്നെയും എല്ലാ സംവിധാനങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം എല്ലാ മേഖലകളിലുള്ള രാജ്യത്തിൻ്റെ എല്ലാ വ്യോമ പാതകളും അതോടൊപ്പം സൈനിക ബേസുകളും ഇപ്പോഴും പൂർണ്ണ സജ്ജമായി തന്നെ ഇരിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു മുന്നറിയിപ്പ് കൂടി സേനാ വിഭാഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ഈ സംവിധാനങ്ങളൊക്കെ തന്നെയും തിരിച്ചടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ S-400 സുദർശ ചക്രക്കടക്കം അപകടം പറ്റിയിട്ടുണ്ടെന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായി സജ്ജം തന്നെയാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം പാകിസ്ഥാന്റെ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഡ്രോണുകളും അതോടൊപ്പം മിസൈലുകളൊക്കെ തന്നെയും തകർക്കാൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചൈനീസ് നിർമ്മിത മിസൈലായിട്ടുള്ള PL-15 അതോടൊപ്പം അതിദൂര മിസൈലുകളൊക്കെ തന്നെയും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉപയോഗിച്ചിരുന്നു. അതോടൊപ്പം മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഡ്രോണുകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉപയോഗിച്ചിരുന്നു. അത്തരത്തിൽ ഈ ഡ്രോണുകളൊക്കെ തന്നെയും നിർവീര്യമാക്കാനും മിസൈലുകളെ തകർക്കാനും ഇന്ത്യക്ക് ആയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിൻ്റെയും അതോടൊപ്പം നടത്തിയിട്ടുള്ള ഒരു സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായി തന്നെയാണ് പാകിസ്ഥാന്റെ എല്ലാ ആയുധങ്ങളെയും നിലം പരിശാക്കാൻ ഇന്ത്യക്ക് ആയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സേനാ മേധാവികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ കറാച്ചിയിലെ വ്യോമ താവളം നശിപ്പിക്കുന്നതുമായി, അതായത് ആക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നേരത്തെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു വാർത്ത വന്നിരുന്നു. അതായത് കറാച്ചിയിലെ മേഖലകൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പാകിസ്ഥാന്റെ ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അതിന് തെളിവ് നൽകുന്ന കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ സേനാ മേധാവികളൊക്കെ തന്നെ പങ്കുവെച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇന്ത്യയുടെ ഒരു പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ മികവുറ്റതാക്കുന്ന ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയുകയുണ്ടായി. അതായത് ഇന്ത്യയുടെ നിർമ്മിതമായിട്ടുള്ള ആകാശ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തുകയും അതോടൊപ്പം ആ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രതിരോധം നടത്താൻ ഇന്ത്യക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള മിസൈലാണ് ആകാശ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തനം സജീവമായി തന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ ഈ ഓപ്പറേഷനിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പാകിസ്ഥാന്റെ കിരാന മലനിരകളിൽ ഇന്ത്യ ആക്രമണം നടത്തി അവിടെ അവരുടെ ന്യൂക്ലിയർ ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നിരുന്നു. ഇന്നിപ്പോൾ സൈനിക മേധാവികളോട് ചോദിക്കുമ്പോൾ ഇന്ത്യ അത്തരത്തിൽ ഒരാക്രമണവും പാകിസ്ഥാനിലെ കിരാന മലനിരകളിൽ നടത്തിയിട്ടില്ല. ഒപ്പം തന്നെ അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്കറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഷമി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ആക്രമണം നടന്നതിന് പിന്നാലെ അല്ലെങ്കിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെ ഒരുപാട് വ്യാജ വാർത്തകളുടെ ഒരു പ്രഹരം തന്നെയായിരുന്നു ലോകമെമ്പാടും നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ പ്രാദേശിക മാധ്യമങ്ങൾ അതിന് പ്രത്യേക മുൻകൈ എടുത്ത് എന്ന തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു വാർത്ത ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. കൃത്യമായിട്ടും ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ
എതിരെയുള്ള അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരെയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളതെന്ന് കഴിഞ്ഞ ദിവസം സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ പുറത്തു വിട്ടുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ഏതൊക്കെ മേഖലകളിലാണ് ആക്രമണം നടത്തിയത്, ഏതൊക്കെ എയർബേസുകളിലാണ് ആക്രമണം നടത്തിയത് എന്നത് കൃത്യമായിട്ട് രണ്ടാം ദിവസം ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണവും അതോടൊപ്പം ഒരു ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം തന്നെ